മമ്മൂട്ടിയെ നായകനാക്കി നടൻ ജഗദീഷ് ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നതായെന്ന വാർത്തയുണ്ടായിരുന്നു. പിന്നീട് ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു. അതൊരു ദുസ്വപ്നമായിരുന്നെന്നും ആ സിനിമ വന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ഫ്ലോപ്പ് കൂടി കിട്ടിയേനെ എന്നും പറയുകയാണ് ജഗദീഷ്. അങ്ങനെ ഒരു സിനിമ ചിന്തിച്ചത് തെറ്റായിപ്പോയെന്നും ഈശ്വരൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ആ സിനിമ നടക്കാതിരുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു. പരിവാർ എന്ന സിനിമയുടെ ഭാഗമായ ജഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പ്ലാനിട്ടിരുന്നു. പക്ഷേ അതൊരു ദുസ്വപ്നമായിരുന്നു. സത്യത്തിൽ അത് മെറ്റീരിയലൈസ് ചെയ്യാത്തത് നന്നായി. കാരണം ആ സിനിമ വന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ഫ്ലോപ്പ് കൂടി കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും ഒരു നല്ല ചിത്രമാകില്ലായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. ബഡ്ജറ്റ് കൂടിയതിൻ്റെ പേരിലാണ് സത്യത്തിൽ ആ സിനിമ ഉപേക്ഷിച്ചത്. അന്ന് ഉപേക്ഷിച്ച ആ പ്രൊഡ്യൂസറിൻ്റെ തീരുമാനത്തിൽ കൂടെയാണ് ഞാൻ. അന്നത്തെ രീതിയിൽ അങ്ങനെ ഒരു സിനിമ ചിന്തിച്ചത് തെറ്റായിപ്പോയെന്നാണ് ഇന്നെനിക്ക് തോന്നുന്നത്. ഈശ്വരൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ആ സിനിമ നടക്കാതിരുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നത് എൻ്റെ പാഷനാണെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും അത് ചെയ്യേണ്ടിയിരുന്നതേയില്ല. ഡയറക്ഷൻ എന്നത് എൻ്റെ പാഷനല്ല എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ അങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കാതിരുന്നത്. ഇനി ഭാവിയിൽ എന്ന് സംവിധായകനായി കാണേണ്ട നിർഭാഗ്യം പ്രേക്ഷകർക്കുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പാഷനില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ആക്ടിങ് എനിക്കൊരു പാഷനാണ്. എത്ര നല്ല വേഷം കിട്ടിയാലും എനിക്ക് തൃപ്തി വരില്ല എന്നാണ് സത്യം. ഇനിയും കൂടുതൽ നല്ല വേഷങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ജഗദീഷ് പറഞ്ഞു. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ് ജഗദീഷിൻ്റെ ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയത്. ചന്ദ്രബാബു എന്ന ബസ് കണ്ടക്ടറായിട്ടാണ് ചിത്രത്തിൽ ജഗദീഷ് എത്തിയത്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമ ഇതിനോടകം 25 കോടിയിലധികം ആഗോള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്.